Hi, are you a hardworking nurse from Kerala who is planning to write IELTS and go abroad? ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാലോ IELTS പരീക്ഷയുടെ 4 ടെസ്റ്റുകളിൽ ഒന്നാണ് ലിസണിംഗ് ടെസ്റ്റ്. എന്താണ് ലിസണിംഗ് ടെസ്റ്റ്? എന്തൊക്കെ സെക്ഷൻസ് ആണ് ഉണ്ടാവുന്നത്? എത്ര ചോദ്യങ്ങൾ വരും? എങ്ങനെ അത് ആൻസർ ചെയ്യണം? എങ്ങനെ ഒരു ബാൻഡ് സ്കോർ ഓഫ് 7.5 ആൻഡ് എബവ് വാങ്ങണം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് പരീക്ഷ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ പ്ലീസ് വാച്ച് ഇറ്റ് ടിൽ ദി എൻഡ്. Before that, I want to personally thank you for being here with me and learning from me. And if you don't know me, you're for the first time in this channel. My name is Pradeep Hariharan and I'm a passionate English teacher teaching English from 2005 offline and 2022 from online. So let's jump in and learn more about IELTS listening test. 4 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം എന്തൊക്കെയാണ് IELTSന്റെ ലിസണിംഗ് സെഷൻസ്? 4 സെഷൻസ് ആണുള്ളത്. എന്തൊക്കെയാണ്? 2 എത്ര സമയം കിട്ടും? എന്താണ് അതിൻ്റെ സ്ട്രക്ചർ? 3 ഏതൊക്കെ ടോപ്പിക്? പൊതുവേ IELTS പരീക്ഷയ്ക്ക് ഒരു കോമൺ ആയിട്ടുള്ള ചില ടോപ്പിക്സുകൾ ഇത് മാത്രമേ വരാറുള്ളൂ. പിന്നെ എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചാൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. I'll be using both English and Malayalam simultaneously for your better understanding. അപ്പോൾ ആദ്യം എന്താണ് IELTS ലിസണിംഗ് ടെസ്റ്റ് എന്ന് നോക്കാം. റിമെമ്പർ 4 ലിസണിംഗ് ഓഡിയോ ക്ലിപ്സ് ആണ് നിങ്ങൾ കേൾക്കുക. അതിൽ 2 സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നിന്നുള്ളതായിരിക്കും, സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്നുള്ളത്. 2 ആക്കഡമിക് ആയിരിക്കും. അതിൽ ആദ്യത്തേത് ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും അവസാനത്തേത് ഏറ്റവും ഡിഫിക്കൽട്ടുമായിരിക്കും. എല്ലാ സെക്ഷൻസിൽ നിന്നും 10 ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു ചോദ്യത്തിന് 1 മാർക്ക്, 40 മാർക്കാണ് മാക്സിമം. 32 മുതൽ 34 വരെയാണ് 7.5 എന്ന ബാൻഡ് സ്കോർ എന്ന് പറയുന്നത്. ആ ഒരു സ്കോറാണ് ഞാൻ എപ്പോഴും എയിം ചെയ്യാൻ പറയുന്നത്. കാരണം ഇൻ കേസ് 1-2 മിസ്സായാലും ബാൻഡ് സ്കോർ ഓഫ് 7 കിട്ടണമെങ്കിൽ. അപ്പോൾ യു ഹാവ് ടു ആൻസർ കറക്റ്റ്ലി 8 ഫ്രം ഓൾ 10. എന്നാൽ മാത്രമേ നമുക്ക് 32-34 റേഞ്ചിലെത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ നമുക്ക് എന്താണ് നമ്മൾ സാധാരണ കേൾക്കുക എന്ന് പറഞ്ഞുതരാം. ആദ്യത്തേൽ പൊതുവേ ഇറ്റ്സ് പേർപ്പസ് ഇസ് ടു കളക്ട് ഇൻഫർമേഷൻ. എന്തൊക്കെ ഡയലോഗുകളാണുള്ളത്? നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ ഉണ്ടാവുക. അപ്പോൾ തുടക്കം തന്നെ എന്ത് കോണ്ടെക്സ്റ്റ് ആണ് എന്ന് പറയും അവർ. യു ആർ ഗോയിങ് ടു ലിസൺ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ മാൻ ആൻഡ് എ ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് അബൌട്ട് എ ബുക്കിംഗ്. നൗ ഗോ ത്രൂ ആൻസർ ഫ്രം 1 to 6. റീഡ് ദ ആൻസർ എന്ന് പറയും. എന്നിട്ട് ഒരു 20-25 സെക്കൻഡ് നേരം സൈലൻസ് ആയിരിക്കും. അപ്പോൾ ആ നേരം നമുക്ക് ആ ചോദ്യങ്ങളിലൂടെ കടന്നു പോകാം, പെൻസിലെടുക്കാം. അവർ പറയുന്നതനുസരിച്ച് ഒരു ഓർഡറിലായിരിക്കും പറഞ്ഞു വരിക. നമുക്ക് അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യാം. അവസാനമാണ് നമ്മളത് ആൻസർ ഷീറ്റിലേക്ക് ഇതാക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ നേരം കിട്ടില്ല, ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ഏറ്റവും ഈസി സെഷനാണിത്. ഇതിൽ നിന്നും മാക്സിമം മാർക്ക് 10 of 10 സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹോട്ടൽ റൂം ബുക്കിംഗ് അല്ലെങ്കിൽ ഇൻക്വയറി ഓഫ് എൻ ഇവൻറ്റ്, ചിലപ്പോൾ ഒരു റേസിനെ കുറിച്ചിട്ടായിരിക്കാം. റേസ് കഴിഞ്ഞാൽ ഓട്ടമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തേത് ഉണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് ഉണ്ടാവും. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൽ തന്നെ ഒരു 10-15 സെക്കൻഡ്. ദെൻ ദേ വിൽ സേ ദാറ്റ് നൗ റീഡ് ക്വസ്റ്റ്യൻസ് ഫ്രം 7 to 10 ആൻഡ് ആൻസർ ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് വായിക്കുന്നൊരു സമയം കഴിയുമ്പോൾ വീണ്ടും ഓഡിയോ നമുക്ക് കേൾക്കാം. ഒരു തവണ മാത്രമേ ഓഡിയോ പ്ലേ ചെയ്യുള്ളൂ. അതുകൊണ്ട് വളരെ ഫോക്കസാണ് ഇതിന് വേണ്ടത്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് IELTS ടെസ്റ്റിന് പ്രത്യേകിച്ച് ലിസണിങ്ങിനും നല്ല കോൺസെൻട്രേഷൻ ആണ്. കാരണം പെട്ടെന്ന് നമ്മൾ ഡ്രീം ചെയ്യുകയോ സ്വപ്നം കാണുകയോ അല്ലെങ്കിൽ എന്താണ് എന്ന് പറഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഫ്ലോ കിട്ടില്ല. അപ്പോൾ വളരെ അലേർട്ടായിട്ടിരിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. സെക്കൻഡ് വൺ ഒരു മോണലോഗ് ആയിരിക്കും. മോണലോഗ് എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നത് അത് സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നിന്നായിരിക്കും. അതും ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെയാണ് വരാറുള്ളത്. അത് ഒരു ടൂർ ഗൈഡ് ചില ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ചില വാക്കുകൾ വരും. മ്യൂസിയം, ഷോപ്പിംഗ്, ബിസിനസ്. അതിൻ്റെയൊക്കെ സ്പെല്ലിങ് കറക്റ്റായിട്ട് എഴുതാൻ പറ്റണം. കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ അത് റോങ് ആയിട്ടാണ് ആൻസർ ചെയ്യുക. ഏറ്റവും കൂടുതൽ പ്രശ്നം ഇവിടെ വരുന്നത് സ്പെല്ലിംഗ് ആണ്. അപ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ എന്താണ് കോമൺ ആയിട്ട് മിസ്റ്റേക്ക് വരുന്ന സ്പെല്ലിംഗ് എന്ന് പറഞ്ഞുതരാം. ദെൻ അടുത്തത് ആക്കഡമിക് ആണ്. ഇതിൽ 2 പേരുണ്ടാവും, ചിലപ്പോൾ 3 പേരുണ്ടാവും. ഇത് മേ ബി ഡിസ്കസിങ് അബൌട്ട് എ പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഒരു പ്രൊഫസർ റിസർച്ച്. 2-3 പേര്. നമുക്കത് അവരുടെ ടോൺ ഓഫ് വോയിസിന് എത്ര പേരുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതായത് ഒരു ചോദ്യം ഉണ്ടാവും, പിന്നെ 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് യു ഹാവ് ടു മാർക്ക് 1. പലപ്പോഴും ഓർക്കണം, ആദ്യം ഒരു പറയുന്നത് ആയിരിക്കില്ല ഉത്തരം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ് വാസ് 3 kilometers ഇനീഷ്യലി, നൗ വി ഹാവ് റേസ്ഡ് ഇറ്റ് ടു 5 എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 3 ടിക്ക് ചെയ്യാൻ നോക്കും. അപ്പോൾ കുഴപ്പമില്ല, നമുക്കത് റേസ് ചെയ്ത് പിന്നെ നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് എഴുതുമ്പോൾ കറക്റ്റ് എഴുതിയാൽ മതി. പൊതുവേ അത് ട്രിക്ക് ചെയ്യാറുണ്ട്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ആക്കഡമിക് ലെക്ചറാണ്.
ഇതിന് ബ്രേക്ക് ഉണ്ടാവില്ല. ഒറ്റ ഇതിൽ എന്താ പറയുക 10 ചോദ്യങ്ങൾ വായിച്ചു നോക്കി നമുക്ക് ആൻസർ വരും. ബാക്കി എല്ലാത്തിനും നമുക്കിടയിൽ പോസ് ചെയ്തിട്ടാണ് പോകുന്നത്. വളരെ ഒരു എന്താ പറയുക അത്ര ടീഡിയസ് പ്രോസസ് ഒന്നുമല്ല, പക്ഷേ ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം. അങ്ങനെയാണ് 4 സെക്ഷൻസ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് ആണ്. സാധാരണ പേപ്പർ ബേസ്ഡ് ടെസ്റ്റാണ് എഴുതുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പകർത്തി എഴുതാനായിട്ട് ഒരു ഷീറ്റ് ഉണ്ടാവും. അത് നമുക്കൊരു 10 മിനിറ്റ് തരും. അപ്പോൾ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പകർത്തി എഴുതുന്നത്. പെൻസിൽ, ഇറേസർ, ഷാർപ്നർ, പാസ്പോർട്ട്, വാട്ടർ ബോട്ടിൽ, ഇതൊക്കെയാണ് നമുക്ക് ഉള്ളിൽ അനുവദിക്കപ്പെട്ടുള്ള സാധനങ്ങൾ. വേറെ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെ ടെസ്റ്റ് ടൈമിംഗ് ആൻഡ് സ്ട്രക്ചർ ഞാൻ പറഞ്ഞല്ലോ, ഇത് 30 മിനിറ്റ് ആണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത്. 10 മിനിറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തരും. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവസാനം ഒരു 2 മിനിറ്റ് നമുക്ക് അതിൽ കിട്ടും, പക്ഷെ എന്നാലും 30 മിനിറ്റ്സിനുള്ളിൽ നിൽക്കും. പിന്നെ നമുക്കറിയണം എന്തൊക്കെ IELTS ടോപ്പിക്സ് ആണ് എന്നുള്ളതാണ്. 10 ടോപ്പിക്കുകളാണ് പൊതുവെ വരാറുള്ളത്. ട്രാവൽ ആൻഡ് ടൂറിസം, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, വർക്ക് പ്ലേസ്, ഷോപ്പിങ്ങിനല്ല 2 P ഉണ്ട്. ആ ഒരു P മിസ്സായി കഴിഞ്ഞാൽ ആ ഒരു ഇത് പോയി. ട്രാൻസ്പോർട്ടേഷൻ, എൻവയറൺമെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ്, ടെക്നോളജി, സോഷ്യൽ ഇവൻറ്റ്സ്, ഇതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ഹെൽത്ത് കെയർ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഡോക്ടർ എക്സ്പ്ലെയിനിങ് എ മെഡിക്കൽ പ്രൊസീജിയർ ടു എ പേഷ്യൻറ്റ്, അവർ തമ്മിലുള്ള സംസാരമായിരിക്കും ചിലപ്പോൾ വരുന്നു. അതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അല്ലെങ്കിൽ ഒരു നേഴ്സ് ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇത് പറയുന്നതായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ചെയ്യേണ്ടത്. ദെൻ ഇപ്പോൾ ടെക്നോളജീനെ പറ്റി പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു IT ടെക്നീഷ്യനും ഒരു കമ്പ്യൂട്ടർ ആളും ഒരു ട്രബിൾ ഷൂട്ടിംഗ് ആയിരിക്കും. അപ്പോൾ അത് വരാറുണ്ട്. അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കാം, മോണോലോഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ, ഇത് വളരെ എന്താ പറയുക അത്ര ബുദ്ധിമുട്ടല്ല, പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ലാസ്റ്റ് വരുന്നത് എന്താണ് IELTS ലിസണിങ് സ്ട്രാറ്റജി എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുള്ളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആൻസർ ദ ക്വസ്റ്റ്യൻ ഇൻ നോട്ട് മോർ ദാൻ 2 വേർഡ്സ് പറഞ്ഞാൽ 2 വാക്കിൽ കൂടുതൽ എഴുതാൻ പാടില്ല. ഓക്കെ, അത് 3 വേർഡ്സ് പറഞ്ഞാൽ 3 വേർഡ്സ്. പിന്നെ നമ്പേഴ്സൊക്കെ എഴുതുമ്പോൾ 250 എന്ന് പറഞ്ഞാൽ 250 എന്നുള്ളത് തന്നെ എഴുതണം. വാട്ട്സ് എ ഡിസ്റ്റൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കിലോമീറ്റർ എന്നൊരു പറയുകയാണെങ്കിൽ നമ്മളത് KM എന്ന് എഴുതണം. പിന്നെ പലപ്പോഴും രൂപയുടെ പറയും. അപ്പോൾ പൗണ്ടിലാണ് പറയുക, പൗണ്ട്, യൂറോ, ഡോളർ. അപ്പോൾ അതിൻ്റെ 3 സിമ്പിൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ പൗണ്ട് 1.5 പൗണ്ട് എന്നാണ് പറയുമെങ്കിൽ നമ്മളത് പൗണ്ടിൻ്റെ സിമ്പിളിട്ട് 1.5 എന്ന് എഴുതണം. ഇനി പൗണ്ടിൻ്റെ സിമ്പിൾ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റിൽ ഉണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യവുമില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യം നോക്കേണ്ടത്, നമ്മൾ ആൻസർ എഴുതിയിട്ട് ചിലപ്പോൾ ഒരു ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണോ നോക്കണം. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ S ഒക്കെ വേണമെങ്കിൽ നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ അത് റോങ് ആയിട്ടാണ് ഇതാക്കുക. അപ്പോൾ ഈ ലിസണിങ്ങിൽ പൊതുവെ ഞാൻ കണ്ടുള്ള ചിലതിന് ഉത്തരം നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ബ്ലാങ്ക് ആക്കി ഇടരുത്. അവിടെ ഒരു ഇൻ്റലിജൻറ്റ് ഗസ് നടത്തണം നല്ലത്. കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് ഒന്നും ബ്ലാങ്ക് ആക്കി ഇടരുത്. അവിടെ ഒരു ഇൻ്റലിജൻറ്റ് ഗസ് നടത്തണം. പിന്നെ എന്താ പറയുക, പൊതുവെ 4 ആക്സെൻ്റാണ് നമ്മൾ കേൾക്കുക. സത്യം പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് നേരെ തോന്നിയിട്ടില്ല. ബ്രിട്ടീഷ്, അമേരിക്കൻ, ഓസ്ട്രേലിയൻ, കനേഡിയൻ ആക്സെൻറ്റ്സ് ആണ്. അത് കുറച്ചൊരു ഫെമിലിയാരിറ്റി. പൊതുവെ കേരളത്തിലുള്ളവർക്ക് അങ്ങനെ ഇംഗ്ലീഷ് ഇട്ട് മനസ്സിലാവാത്ത പോലൊന്നുമില്ല. പിന്നെ സ്പെല്ലിംഗ് ഒക്കെ ഇപ്പോൾ പേരാണോ ചോദിക്കുന്നെങ്കിൽ പേരൊക്കെ ഒരു സ്പെല്ല് ചെയ്യും. പിന്നെ ടെലിഫോൺ നമ്പർ ഒരെണ്ണം എന്തായാലും ഉണ്ടാവും മിക്കവാറും. അപ്പോൾ അത് വളരെ വേഗത്തിലാണ് പറയുക. അത് നമ്മൾ തെറ്റുകൂടാതെ പകർത്തി എഴുതണം. ദെൻ ഞാൻ പറഞ്ഞ പോലെ നെയിംസ്, ഡേറ്റ്സ്, ലൊക്കേഷൻസ് ആണ് വരുന്നത്. പിന്നെ പലപ്പോഴും ഇവർ ലോങ് സ്പീച്ച് അവസാനത്തെ കേൾക്കുമ്പോൾ ഫസ്റ്റ്, നെക്സ്റ്റ്, സെക്കൻഡ് എന്ന് പറയുന്ന ചില വാക്കുകളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മളത് കേട്ടുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ഇതാണ് നോക്കിക്കൊണ്ടിരിക്കുക. ഒരു പറയുമ്പോൾ അപ്പം തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ എഴുതി പോകണം. പുവർ ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ ആൻസർ ഷീറ്റിൽ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് വൃത്തിക്ക് എഴുതണം നല്ലത്. കാരണം ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ളത് എക്സാമിനർക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാം ക്യാപിറ്റലൈസ് ചെയ്യണം. കാരണം ഒരു ചോദ്യത്തിന് ഉത്തരം മാത്രം ക്യാപിറ്റലൈസ് ചെയ്യരുത്. എവറിത്തിങ് യു ഹാവ് ടു ക്യാപിറ്റലൈസ്. ദെൻ ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. പലപ്പോഴും ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫാസ്റ്റ് കൃത്യമായിട്ട് ഉത്തരം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മളൊരു ഓർത്തൊരു എഡ്യൂക്കേറ്റഡ് ഗസ്റ്റ് കാരണം നമുക്ക് അവസാനം ഒരു 10-15 സെക്കൻഡ് സമയം തരും. അപ്പോൾ അതായത് ഓരോ ക്വസ്റ്റ്യൻസ് ഇതിന് ശേഷവും അപ്പോൾ നമ്മളത് ആൻസർ ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ഇതാണ് 4 കാര്യങ്ങൾ IELTS ലിസണിങ് ടെസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് IELTS ലിസണിങ് ടെസ്റ്റിൻ്റെ 4 സെഷൻസ് മനസ്സിലാക്കി. ടൈമിംഗ് ആൻഡ് സ്ട്രക്ചർ എന്താണ്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ചോദിക്കുന്നത്, ലിസണിങ് ആൻഡ് ടെസ്റ്റ് സ്ട്രാറ്റജീസ് മനസ്സിലാക്കി. ഇനി മറ്റൊരു വീഡിയോയിൽ എന്താണ് റീഡിംഗ് എന്നും റൈറ്റിംഗ് എന്നും ഇതിൻ്റെ ടിപ്സുകളുമായിട്ട് വരാം. അപ്പോൾ ബിഫോർ ദാറ്റ് ഐ വോണ്ട് ടു താങ്ക് യു വൺസ് അഗെയിൻ. ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജോയിൻ മൈ വാട്സ്ആപ്പ് ചാനൽ. 3 months to IELTS കോഴ്സ് ലോഞ്ച് ചെയ്യുമ്പോൾ certainly I will inform you and you will get a huge discount. ചിലപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ ആ കോഴ്സ് ഞങ്ങൾക്ക് തരും. അപ്പോൾ don't forget to do that and leave your comments. I'll see you in another video. Until then, take care. All the best.